മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ചില വ്യക്തികൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ, അല്ലെങ്കിൽ ഹിന്ദു പേരിൽ ഇമെയിൽ അയക്കുന്നവർ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യം, സാറ് മറ്റ് മതങ്ങളെക്കുറിച്ച് എന്തിനാണ് അഭിപ്രായം പറയുന്നത്? പതിനായിരക്കണക്കിന് ഇമെയിലുകളും അത്ര തന്നെ യൂട്യൂബ് കമൻറ്റുകളും കുറച്ച് ടെലിഫോൺ മെസ്സേജുകളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വിഷയത്തെ, വിവരണത്തെ അഭിനന്ദിച്ചുകൊണ്ട്, അനുമോദിച്ചുകൊണ്ട് എഴുതുമ്പോൾ അല്ലെങ്കിൽ വിളിക്കുമ്പോൾ അതിൽ 2 or 3 കമൻറ്റുകളാണ് മറ്റ് മതങ്ങളെക്കുറിച്ച് പറയുന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിട്ട് വരാറുള്ളത്. യഥാർത്ഥത്തിൽ രാവിലെ വേദം വായിക്കുന്ന ഭാരതത്തിലെ വളരെ കുറച്ച് ഗൃഹസ്ഥന്മാരിൽ ഒരാളായിട്ടുള്ള ഞാൻ, ആ വേദത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വതഃ, നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും നമ്മളിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആ വേദത്തിൻ്റെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്ന ആ വേദത്തിൻ്റെ അനുയായിയായ ഗോപാലകൃഷ്ണന് എനിക്ക് ഒരു മതത്തിനോടും ഒരെതിർപ്പും എനിക്കില്ല. യഥാർത്ഥത്തിൽ ഞാൻ പറയാറുണ്ട്, എന്നെ ഞാനാക്കി മാറ്റിയത് എറണാകുളത്തെ സെയിൻറ് ആൽബർട്ട്സ് കോളേജിലെ പ്രൊഫസർ പള്ളിക്കുന്നേൽ മത്തായി എന്ന ഇപ്പോൾ 93 വയസ്സായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹമില്ലായിരുന്നെങ്കിൽ ഞാനില്ല. അവിടുത്തെ ഫാദർ കൊളരിക്കൽ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നെ കെമിസ്ട്രി പഠിപ്പിച്ചത്. ഫാദർ അഗസ്റ്റിൻ കുന്നുള്ളി എന്ന പ്രിൻസിപ്പാളാണ് എനിക്ക് അഡ്മിഷൻ തന്നത് സെയിൻറ് ആൽബർട്ട്സിൽ. അതുകൊണ്ട് ജീവിതത്തിലെ ഒരു മതത്തിനോടും മതാനുയായികളോടും എനിക്ക് ഒരു എതിർപ്പുമില്ല. അതുപോലെ സലാഹുദ്ദീൻ കുഞ്ഞ് സാറ് കെമിസ്ട്രിയിൽ എന്നെ പഠിപ്പിച്ചത് ഇന്നും എൻ്റെ ജീവിതത്തിലുണ്ട്. മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ഐഡിയൽ അധ്യാപകനായിട്ട് എൻ്റെ മുമ്പിൽ, ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് പ്രൊഫസർ അഷ്റഫ് സാറാണ്. ആ അഷ്റഫ് സാർ നോക്കിയിട്ടാണ് ഇന്ന് ഞാൻ എവിടെയെങ്കിലും ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അഷ്റഫ് സാറ് ക്ലാസ് എടുക്കുന്ന മാതിരി ആവണമെന്നാണ് വിചാരിക്കാറുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മതത്തിനോടും ഒരു മതാനുയായികളോടും ഒരു എതിർപ്പും ഒരു പുച്ഛവും ഒന്നും എനിക്കില്ല. പക്ഷേ കുറേ അനുഭവങ്ങൾ, ബാംഗ്ലൂര് പ്രസിദ്ധമായൊരു ഇൻ്റർനാഷണൽ കോളേജിൽ MBAക്ക് ക്ലാസ് എടുക്കുമ്പോൾ, വേദിക് മാനേജ്മെൻ്റ് എന്നൊരു ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ കുറച്ച് വേദമന്ത്രങ്ങൾ, ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെയുള്ള വേദമന്ത്രങ്ങൾ, സഹനാഭവതു സഹനോ, ഇത് പറയലും ഒരു 6-7 കുട്ടികൾ ആ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോകുന്നൊരു കാഴ്ച കണ്ടു. എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് അവർക്ക് ക്ലാസ് തെറ്റി കയറിയിരുന്നത് അവർ തിരിച്ചറിഞ്ഞപ്പോൾ അവരുടെ യഥാർത്ഥ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി ഓടിപ്പോയതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നീട് മനസ്സിലായി അവർ പെന്തക്കോസ്ത് ക്രിസ്ത്യൻസ് ആണ്. വേദമന്ത്രം കേൾക്കുമ്പോൾ അവരെ പഠിപ്പിച്ചിരിക്കുന്നത് വേദമന്ത്രങ്ങളും നമ്മുടെ പൈതൃകവുമെല്ലാം സാത്താൻ്റെ വാക്കുകളാണ്, അത് കേട്ടാൽ നരകത്തിലേക്ക് പോകും എന്നാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു പെന്തക്കോസ്ത് ക്രിസ്ത്യാനിയുണ്ട്, ISROയിലെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഈ പാവപ്പെട്ട ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്താൻ ചെയ്യുന്ന ക്രൂരമായ കർമ്മങ്ങൾ കാണുമ്പോൾ വേദന തോന്നാറുണ്ട്. അതിൻ്റെയും തൊട്ടടുത്ത വീട്ടിൽ വേറൊരു പെന്തക്കോസ്ത് ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു. അയാൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആ വാടക വീട് ഒരു ഹിന്ദുവിൻ്റെയാണ്. ആ വീടിൻ്റെ പേര് കൃഷ്ണശ്രീ എന്നായിരുന്നു. പക്ഷെ ഈ പെന്തക്കോസ്തുകാരൻ ആ വീട്ടിൽ താമസാക്കി
അന്ന് അയാള് കത്തി കൊണ്ട് ആ കൃഷ്ണശ്രീ എന്ന ബോർഡ്, കുറച്ച് വലിയ ബോർഡ്, ഒരടിയുള്ള ബോർഡ് കത്തി കൊണ്ട് പൊട്ടിച്ചു കളഞ്ഞപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ പേര് മാറ്റിയത്? ശ്രീകൃഷ്ണന്റെ പേരുള്ള വീട്ടിൽ താമസിച്ചാൽ എനിക്ക് സാത്താൻ എന്നെ രാത്രി ഉറങ്ങാൻ അനുവദിക്കില്ല. കൃഷ്ണൻ സാത്താനാണ്. ഇതുപോലെയുള്ള നമ്മൾ ഏതെങ്കിലും അമ്പലത്തിൽ ഒരു പ്രസാദം അറിയാതെ ചില ക്രിസ്ത്യാനികൾക്ക് കൊടുത്താൽ അവര് അത് തിന്നില്ലെന്ന് മാത്രമല്ല കൈകൊണ്ട് തൊടുക പോലും ഇല്ല. കാരണം ആ അമ്പലത്തിലെ വിഗ്രഹവും എല്ലാം അവർക്ക് സാത്താനാണ്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ ഓഡിറ്റിങ് ചെയ്യുന്നത് വഴുതക്കാടുള്ള പ്രഗത്ഭനായ ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അനിൽ എന്നായിരുന്നു പേര്. അപ്പം അനിലും ഈ ഓഡിറ്ററും കൂടി എൻ്റെ വീട്ടിലേക്ക് വന്ന് കുറേ നേരം സംസാരിച്ച് അവർ തിരിച്ചു പോകുമ്പോൾ രണ്ടു പേർക്കും ഞാൻ ചെറിയൊരു ഗണപതി വിഗ്രഹം കൊടുക്കാറുണ്ട്. അങ്ങനെ വേണമെന്നുള്ളവർക്ക് ചെറിയൊരു ഗണപതി വിഗ്രഹം കൊടുത്ത് രണ്ടുപേരും അത് വാങ്ങിച്ചു. ഒരു മാസം കഴിഞ്ഞ് ഞാൻ അറിയുന്നത് ഈ അനിൽ എന്ന് പറയുന്ന വ്യക്തി ആ ഗണപതി വിഗ്രഹം വാങ്ങിച്ച സമയം മുതൽക്ക് അയാൾ വിറക്കിയായിരുന്നു അത്രേ. എന്നിട്ട് തിരിച്ചു ചെന്ന് നമ്മുടെ ഓഡിറ്ററുടെ അടുത്ത മുറിയിൽ ചെന്ന് പറഞ്ഞു, ഈ വിഗ്രഹം എൻ്റെ കയ്യിലിരിക്കുന്നിടത്തോളം എൻ്റെ കുടുംബത്തിൻ്റെയും ഗതി അധോഗതിയായിരിക്കും. കാരണം ഇത് ഹിന്ദു ദൈവമാണ്, അത് സാത്താനാണ്. ആ സാത്താനെ ഞാൻ എങ്ങനെയാ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക? എനിക്കിത് കളയാനും പേടിയാണ്. ഇതാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഓഡിറ്റർ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, അത് എൻ്റെ കയ്യിൽ തന്നോളൂ എന്ന് പറഞ്ഞു. ഇദ്ദേഹം അനിൽ എന്ന് പറയുന്ന ആൾ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ വളരെയധികം വിദ്യാഭ്യാസമുള്ളവർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്ന ആ കമ്പനിയുടെ പാർട്ട്ണർ ഒരു പെന്തക്കോസ്ത് ക്രിസ്ത്യാനിയാണ്. അയാളുടെ പേര് ജോർജ് എന്നാണ്. അദ്ദേഹം പറയാറുണ്ട്, ഞാൻ വളരെ വിശാല മനസ്കനാണ്, അമ്പലത്തിലേക്ക് പോകാറുണ്ടെന്ന്. ഒരിക്കൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അമ്പലത്തിൽ നിന്നൊരു പ്രസാദം കൊണ്ടുവന്ന് അറിയാതെ ഞാൻ അയാളുടെ നെറ്റിയിൽ തൊട്ടപ്പോൾ ആ മനുഷ്യനും എന്തോ രീതിയിൽ റിയാക്ട് ചെയ്യുന്നത് കണ്ടു. സാറേ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എൻ്റെ നെറ്റിയിൽ കൊണ്ടുപോയിട്ട് സാർ ചന്ദനം തൊട്ടാൽ എങ്ങനെയാണ്? ഞാൻ ചോദിച്ചു, നിങ്ങളിവിടെ വന്ന് തൊഴുന്ന ആളാണെന്നൊക്കെ ആണല്ലോ എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ തൃപ്പൂണിത്തുറ പോകുമ്പോൾ സെൻറ് മേരീസ് പള്ളിയിൽ പോയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കാനഡയിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ പ്രൊഫസർ ജോൺ എസ് സിം എന്നൊരു പെന്തക്കോസ്ത് ക്രിസ്ത്യാനിയായിരുന്നു. ആ പെന്തക്കോസ്ത് ക്രിസ്ത്യാനി അയാളുടെ വീട്ടിൽ പ്രാർത്ഥന ഉള്ളപ്പോഴത്തേക്കും വരണമെന്ന് എന്നോട് പറയാറുണ്ട്. ഞാൻ വെറുതെ പോവാറുണ്ട്. വലുതായിട്ട് എനിക്ക് മനസ്സിലാവാറില്ല അവരുടെ പ്രാർത്ഥനകളൊന്നും. അയാൾ ഒരു ജാപ്പനീസ് പ്രൊഫസറാണ്, കനേഡിയൻ സിറ്റിസണാണ്, ഒരു പെന്തക്കോസ്ത് ക്രിസ്ത്യാനിയാണ്. 8-10 പള്ളികളുടെ ചാർജ് ഉള്ള വ്യക്തിയും ചൈനയിൽ നിന്ന് വരുന്നവരെ മുഴുവനും ക്രിസ്ത്യാനികളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന വ്യക്തിയുമാണ് അദ്ദേഹം. പക്ഷെ ഞങ്ങൾ നല്ല റിലേഷനിലായിരുന്നു എൻ്റെ പ്രൊഫസർ ഞാനുമായിട്ട് വർക്ക് ചെയ്തിരുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞത്, എനിക്ക് ഒരു ക്രിസ്ത്യാനിയോടും ഒരു മുസ്ലിമിനോടും എനിക്ക് എതിർപ്പില്ല. അതേപോലെ ഈ അടുത്ത കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, സക്കീർ നായിക് എന്ന് പറയുന്ന വ്യക്തി ഹിന്ദുക്കളുടെ വേഷം കെട്ടിയ മുസ്ലിങ്ങളെ വേദമന്ത്രത്തിൻ്റെ തട്ടിപ്പ് പറഞ്ഞ് മതപരിവർത്തനം നടത്തുന്ന കാഴ്ച. വേദത്തിൽ ത്വം ഇന്ദ്രഃ ത്വം അഗ്നിഃ ത്വം വായുഃ ത്വം പൂഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പറയുകയാണ് എന്ന് കുറേ ചെറുപ്പക്കാരെ ഭ്രാന്തമായിട്ട് പഠിപ്പിക്കുക. വേദത്തിൻ്റെ മന്ത്രങ്ങൾ കോട്ട് ചെയ്തത് ചുവട്ടിൽ എഴുതി കാണിച്ച് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് അയാൾ വേദമന്ത്രം ഉദ്ധരിക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുക. ശുദ്ധ അബദ്ധവും തനി തട്ടിപ്പുമായിട്ടുള്ള പ്രൊനൗൺസിയേഷനും വേദമന്ത്രങ്ങളുമാണ്. പക്ഷെ 99.9% ഹിന്ദുക്കൾക്കും ഇതറിയാത്തത് കൊണ്ട് അവർ വിചാരിക്കുന്നു സക്കീർ നായിക്ക് വേദം പഠിച്ചിട്ടാ പറയുന്നതെന്ന്. പിന്നെ ചുവട്ടില് അവർ ഏതെങ്കിലും ഒരു വരി കാണിക്കുന്നു. ആരാ ഇത് വെരിഫൈ ചെയ്യാൻ പോകുന്നത്? യജുർവേദത്തിലുള്ളതാണോ സാമവേദത്തിലുള്ളതാണോ ഇത് വേദം തന്നെയാണോ എന്ന് ആരാ വെരിഫൈ ചെയ്യാൻ പോകുന്നത്? അതുപോലെ ഹിന്ദുവിൻ്റെ പേരിടിച്ച് ഹിന്ദുവിൻ്റെ വേഷം കെട്ടി മുസ്ലിമിനെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കാം. എന്നിട്ട് ആ ചോദ്യം ട്രിക്കി ചോദ്യമാണ്. ഇതിന് ഞാൻ ഉത്തരം പറയാം. ഉത്തരം പറഞ്ഞാൽ താൻ മുസ്ലിം ആവാൻ തയ്യാറാണോ എന്ന് ചോദിക്കാം. വേദത്തിൽ മുഴുവനും അള്ളാഹുവിനെ കുറിച്ചാണെന്ന് മുസ്ലിമും
വേദത്തിൽ മുഴുവനും യേശുവിനെ കുറിച്ചാണെന്ന് ക്രിസ്ത്യാനികൾ പറയുക. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഇതാക്കുമ്പോൾ ചില ക്രിസ്ത്യൻ പയ്യന്മാര്, ചില മുസ്ലിം പയ്യന്മാര് കമന്റ് എഴുതുക, നിങ്ങൾ ചെന്ന് വേദം വായിച്ചു നോക്കൂ, അപ്പൊ കാണാം അതിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, എന്തിനാ ഇങ്ങനെ അനുയായികളെ താനീ തട്ടിപ്പിന്റെ വഴിയിൽ കൂടെ കൊണ്ടുപോയിട്ട് അള്ളാഹുവിനെയും പ്രവാചകനെയും ഖുറാനുമൊക്കെ കച്ചവടം നടത്തുന്നത്? ആ മതത്തില് അംഗസംഖ്യ കൂട്ടാനാണോ? അതല്ലാതെ തന്നെ പെറ്റുപെരുകുന്നുണ്ടല്ലോ ഇഷ്ടംമാതിരി 5, 6, 8, 10 വെച്ചിട്ട്. പിന്നെ ഈ ക്രിസ്ത്യാനികള് ചിലരെനിക്ക് എഴുതാറുണ്ട്, സാറ് ബൈബിള് വായിച്ചിട്ടേ ഇല്ല. ഞാൻ ബൈബിള് മുമ്പിൽ വെച്ച് അതിൻ്റെ റെഫറൻസ് വെച്ചിട്ടാണ് 8-10 ലെക്ചർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ശരിക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഇവരെല്ലാം പറയുന്നത്, സാറ് ബൈബിള് വായിച്ചിട്ടില്ല, സാറ് വായിച്ച മാതിരി വായിച്ചാൽ പോരാ, രാമായണം പോലെ അല്ല ബൈബിള് വായിക്കേണ്ടത്, സാറിന് അതിനെക്കുറിച്ചൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് ആ സാറിനെ പോലെയുള്ളവർ ഇത്രയും മോശമായിട്ട് ബൈബിളിനെ പറയുന്നത്. ഞാൻ ബൈബിളിലെ റെഫറൻസ് എടുത്ത് വെച്ചിട്ടാണ് പറയുന്നത്. അത് മുമ്പിൽ വെച്ചിട്ട് ഇന്ന അധ്യായത്തിൽ ഇന്ന വരിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നില്ല എന്ന് ഇവരാരും പറയണില്ല, പക്ഷെ സാറ് ബൈബിള് വായിച്ചിട്ടില്ല. ശരിക്ക് ഈ മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പെന്തക്കോസ്റ്റുകാരോടും എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ക്രിസ്ത്യൻ രാജ്യമായ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കാനഡയിലും യൂറോപ്പിലും എത്രായിരം പള്ളികളാണ് ജനങ്ങൾ വിൽക്കുന്നത്. നല്ലോണം വിദ്യാഭ്യാസമുള്ളവര്, പണ്ഡിതര്, ശാസ്ത്രജ്ഞന്മാര്, ഇവരിൽ ആരെങ്കിലും ഈ രാജ്യത്തിൽ പള്ളിയിൽ പോവാറുണ്ടോ? അവരാരെങ്കിലും കുമ്പസരിക്കാറുണ്ടോ? അവര് അവിടെ ഉപജീവനത്തിന് വേണ്ടി ചില പള്ളിയിലച്ചന്മാരും ചില സുവിശേഷ പ്രസംഗകരുമാകാതെ ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് തനി പ്രാകൃതരായ ജനങ്ങൾക്ക് വേണ്ടി എഴുതിയ ഈ ബൈബിൾ എന്ന ഗ്രന്ഥം ഭാരതത്തിലെ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ ഉൾക്കാഴ്ചയുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കാം. ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദുക്കളെ പൈസ കൊടുത്ത് പ്രലോഭിപ്പിച്ച് പ്രാർത്ഥിച്ച് അവരെ വീട് വെക്കാൻ സഹായം കൊടുത്തു എന്ന രീതിയിലാക്കി തീർത്ത് പ്രേമിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് ഒരു സംഘടിത മതത്തിൻ്റെ കൂട്ടിനകത്ത് കൊണ്ടുവന്ന് ഈ അവരുടെ വീട്ടിൽ ആരെങ്കിലും ജനിക്കുമ്പോൾ ബാപ്റ്റൈസേഷന് പള്ളിയിൽ പോണം, അങ്ങനെ പള്ളിയിൽ നിന്ന് ചരട് പിടിച്ച് കല്യാണത്തിന് പള്ളിയിൽ പോണം, അപ്പൊ ചരട് കുറച്ചും കൂടി മുറുക്കി മരിച്ചു കഴിയുമ്പോൾ തെമ്മാടിക്കുഴി കിട്ടാതിരിക്കാൻ പള്ളിയിലേക്ക് വന്നേ മതിയാവും. അപ്പൊ 3 ചരട് പിടിച്ച് ആ ജനന സമയത്തും വിവാഹ സമയത്തും മരണസമയത്തും ഈ പള്ളിയുമായിട്ട് അഭേദ്യമായ ബന്ധം വേണം എന്ന് വരുത്തി തീർത്ത് ലക്ഷക്കണക്കിന് രൂപ ഓരോ വ്യക്തിയുടെയും ശമ്പളത്തിൽ നിന്ന് സംഭാവന വാങ്ങിച്ച് റോഡ് മുഴുവനും ഈ കുരിശും പള്ളിയും ഉണ്ടാക്കി ആ പള്ളിയിൽ ചെന്ന് യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തെ ഏറ്റെടുക്കാനാണ് കുരിശിൽ കയറിയതെന്ന് പറയുന്നു. എന്ത് പാപാ മനുഷ്യൻ ചെയ്തത്? എന്നുള്ളതിനെ കുറിച്ച് കൂടി ഒന്ന് ചോദിക്കണ്ടേ നിങ്ങൾ യുവാക്കളായ ക്രിസ്ത്യാനികള്? ആദവും അവയും കുട്ടികളെ ഉണ്ടാക്കിയതാണെങ്കിൽ അത് തെറ്റ് ചെയ്തവനല്ലേ ശിക്ഷിക്കപ്പെടേണ്ടത്? ആദവും അവയും ജനിച്ചിട്ട് ഏതാണ്ട് 4500 5000 വർഷമായി. അങ്ങനെ ഒരു കഥാപാത്രം ജനിച്ചിട്ട് ആദത്തിൻ്റെയും അവയുടെയും ചരിത്രമല്ല, അത് വെറും കെട്ടുകഥയുടെ പരമകാഷ്ഠയിലുള്ള കെട്ടുകഥ. ഡാർവിൻ്റെ സിദ്ധാന്ത പ്രകാരമാണ് മാനവരാശി ഉണ്ടായത്. അത് ഹിന്ദു പുരാണങ്ങളിലുണ്ട്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, രാമോ രാമശ്ച. ഇപ്പോൾ കടലിൽ ജീവജാലങ്ങൾ ഉണ്ടായി പരിണമിച്ച് മനുഷ്യനായി മാറി എന്ന ആ പരിണാമ സിദ്ധാന്തം ജീവിതത്തിൽ പകർത്തുന്ന ഹൈന്ദവ ജനതയുടെ അടുത്ത് BC 4012 ഒക്ടോബർ മാസം 4-ാം തീയതി വൈകുന്നേരം ആദത്തിനെ ജനിപ്പിച്ചു യഹോവ. ഈ യഹോവ എന്ന് പറയുന്ന സാധനം എന്താ? ഒരു പ്രകൃതി ചൈതന്യത്തിന് അല്ലെങ്കിൽ യഹോവയ്ക്ക് ഒരു സുപ്രഭാതത്തിൽ ആദം എന്ന് പറയുന്ന 165 സെന്റിമീറ്റർ പൊക്കവും 65 കിലോഗ്രാം ഭാരമുള്ള ഒരു മനുഷ്യനെ ഉണ്ടാക്കാൻ പറ്റുമോ? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. വേദമന്ത്രം കേട്ടപ്പോൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയ പെന്തക്കോസ്റ്റുകാരും വീട്ടിലെ കൃഷ്ണശ്രീ എന്ന ബോർഡ് കണ്ട് പേയിളകിയവരും
ഒരു ഗണപതിയുടെ വിഗ്രഹം കയ്യിൽ കൊടുത്തപ്പോൾ ഞെട്ടിത്തെറിച്ചവരും, ഇവരൊക്കെ കുറച്ചു കാലം മുമ്പ് വരെ ഹിന്ദുക്കളായിരുന്നു. അവരെ തിരിച്ച് ഹിന്ദു ധർമ്മത്തിലേക്ക് പോകാതിരിക്കാൻ ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും സാത്താനാണെന്ന് മുദ്ര കുത്തുന്നവരൊന്ന് ചിന്തിക്കാം. ആദം എന്ന സാധനം ഇങ്ങനെ ഉണ്ടായതാണോ? 69,000 വർഷം 70,000 വർഷം പഴക്കമുള്ള മനുഷ്യ ശരീരം യൂറാൽ പർവ്വത നിരകളിൽ നിന്നും മംഗോളിയയിൽ നിന്നും എല്ലാം ലഭിച്ചിട്ടുണ്ട്. ഈ കഷ്ടിച്ച് 6,000 വർഷം പഴക്കമുള്ള കെട്ടുകഥയായ ആദത്തിന്റെ വാരിയിൽ നിന്ന് അവയെ ഉണ്ടാക്കി. ഒരാളുടെ വാരിയിൽ നിന്ന് ഏത് ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ഒരു സ്ത്രീയെ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറയുന്ന അത്രയും ഭ്രാന്ത വട്ട് വേറെ ഏതെങ്കിലും കെട്ടുകഥയായിട്ടുള്ള പുസ്തകത്തിൽ ഉണ്ടാവുമോ? ബൈബിളിലല്ലാതെ. എന്നിട്ട് ആ ദൈവം ഈ ആദത്തിനോടും അവയോടും ജ്ഞാനക്കനി തിന്നരുതെന്ന് പറഞ്ഞു. അത് നിങ്ങൾ വിശ്വസിച്ചു. ഇത്രയും കപ്പാസിറ്റി ഉള്ള ദൈവമാണെങ്കിൽ ആ ജ്ഞാനക്കനി എന്തിനാ അവിടെ ഉണ്ടാക്കി വെച്ചേ? ഇത്രയും കപ്പാസിറ്റി ഉള്ള ദൈവമാണെങ്കിൽ ഈ സാത്താനെ നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നില്ലേ? ആ കഥയുടെ കാര്യമാണ് ഞാൻ പറയണത്, ചരിത്രത്തിന്റെ കാര്യമല്ല. ഒരു സുപ്രഭാതത്തില് ഒരു മനുഷ്യനെ ഉണ്ടാക്കാനും ആ മനുഷ്യന്റെ വാരിയലിൽ നിന്ന് ആദത്തിനെ ഉണ്ടാക്കാനും കഴിവുള്ള മഹാപ്രതിഭയായ യഹോവയായിരുന്നു എങ്കിൽ ഈ സാത്താനെ നിയന്ത്രിക്കാൻ സാധിക്കുമായിരുന്നില്ലേ? പിന്നെ മാത്രല്ല, സാത്താൻ വന്നത് സർപ്പത്തിന്റെ രീതിയിലാണ്. ആ സർപ്പം സംസാരിച്ചു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 6,000 വർഷങ്ങൾക്ക് മുമ്പ് സർപ്പം സംസാരിക്കുമെന്ന്? ഇത്രയും പമ്പര വിഡ്ഢിത്തവും വെച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങൾ ഈ ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുകയും ഹിന്ദുക്കളെ മതം മാറ്റുകയും ചെയ്യുന്നതിലേ എനിക്ക് വിഷമമുള്ളൂ. നിങ്ങൾ സാത്താനെയോ ആദത്തിനെയോ അവയെയോ യേശു ക്രിസ്തുവിനെ എന്ത് വേണമെങ്കിലും പൂജിക്കുകയോ തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയോ നെഞ്ചത്ത് വെക്കുകയോ എന്ത് വേണം ചെയ്തോളൂ. പക്ഷെ ഈ തനി കെട്ടുകഥയും കള്ളക്കഥയും തനി തട്ടിപ്പും മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ ജീവിക്കുന്ന ഹിന്ദുവിനെ എന്തിനു പറ്റിക്കണമെന്നേ എനിക്ക് സംശയമുള്ളൂ. മാത്രമല്ല, ഇനി ആ ദൈവം പറഞ്ഞ നിർദ്ദേശം ആദവും അവയും കേട്ടില്ല, അതോടുകൂടി അവരെ നശിപ്പിക്കായിരുന്നില്ലേ ദൈവത്തിന്? പിന്നെ കായീൻ ഉണ്ടായി, കായീൻ കല്യാണം കഴിച്ചു. അവിടെ കായീന് കല്യാണം കഴിക്കാനുള്ള മറ്റേ പെണ്ണിനെ ഉണ്ടാക്കാതിരിക്കായിരുന്നില്ലേ ദൈവത്തിന്? ആ പെണ്ണ് എവിടെന്നാ വന്നേ? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഈ കള്ളക്കഥയുടെ കെട്ടുകഥയുടെ ഒരു ഇതും പ്രയറിക്കൊണ്ട് ഇവിടുത്തെ കർദിനാൽമാരും ബിഷപ്പുമാരും കന്യാസ്ത്രീകളും ക്രിസ്തുവിന്റെ മണവാട്ടികളും പാവപ്പെട്ട ഹിന്ദുക്കളെ പറ്റിക്കുക. എന്നിട്ട് ഈ ആദവും അവയും ദൈവത്തിന്റെ നിർദ്ദേശം ലംഘിച്ചത് ആദിപാപമാക്കിയെടുത്ത് ആ ആദവും അവയും ജനിച്ച് 14,000 വർഷങ്ങൾക്ക് ശേഷം ദൈവം തന്നെ കന്യാമറിയത്തില് ഒരു കുട്ടിയെ ഉണ്ടാക്കുക. ഈ ദൈവത്തിന് ഒരു പെണ്ണില് ഒരു കുട്ടിയെ ഉണ്ടാക്കാൻ പറ്റുമോ? വെറുതെ ചിന്തിച്ചു നോക്കാം. യഹോവയ്ക്ക് ശരീരമില്ല, കാരണം സർവ്വവ്യാപിയാണ് യഹോവ. ആ യഹോവ എന്ന് പറയുന്ന തനി ടെററിസ്റ്റ് ആയിട്ടുള്ള ഒരു ദൈവം ഒരു പെണ്ണില് ഗർഭം ഉണ്ടാക്കുക. ആ പെണ്ണിന്റെ ഭർത്താവ് പോലും അറിയാതെ, ജോസഫ് അറിയാതെ. ഞാൻ പറഞ്ഞതല്ല, ബൈബിളിലുള്ളതാണത്. എനിക്ക് യേശു ക്രിസ്തു യഹോവ കന്യാമറിയത്തിൽ ഗർഭം ഉണ്ടാക്കിയാലും വിരോധമില്ല, അത് ജോസഫ് അറിഞ്ഞാലും വിരോധമില്ല, അറിഞ്ഞില്ലെങ്കിലും വിരോധമില്ല. അതൊന്നും എൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. പക്ഷെ ഈ കള്ളക്കഥ പറഞ്ഞ് പാവപ്പെട്ട ഹിന്ദുക്കളെ എന്തിനു പറ്റിക്കുന്നു എന്നുള്ള ചോദ്യമാണ് എനിക്ക്. അമേരിക്കയിൽ ഇത് ചെലവാവില്ല, ആസ്ട്രേലിയയിൽ ചെലവാവില്ല, യൂറോപ്പിലും ഇംഗ്ലണ്ടിലും കാനഡയിലും ഇത് ചെലവാവില്ല. ഈ പാവപ്പെട്ട ജനങ്ങളുള്ള ഇന്ത്യയിലും ചൈനയിലും ഈ കാശും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൊടുത്ത് അത് ഈ പാവപ്പെട്ടവരെ പറ്റിക്കാൻ, നീ പാപിയാണ്, എന്തുകൊണ്ട് പാപിയാണ്, അതൊന്നും ചോദിക്കരുത്, ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിൻ. നിന്റെ പാപത്തിന് വേണ്ടി കന്യാമറിയത്തില് ദൈവം ഗർഭം ഉണ്ടാക്കി ആ പയ്യനെ, ഈ ആടിനെ വളർത്തിയിട്ട് വെട്ടാൻ കൊടുക്കണ മാതിരിയാണ് ഒരു യേശു ക്രിസ്തുവിനെ ഉണ്ടാക്കി. ആ യേശു ക്രിസ്തു സാധാരണ മനുഷ്യനാണ്, ഒരു പ്രത്യേകതയില്ല. ഒരു കാർപ്പൻ്റർ. അദ്ദേഹം ഇന്ത്യയിൽ വന്ന് 13 വർഷം ഉദ്രക മഹർഷിയുടെ കീഴില് ടിബറ്റില് ഹഠയോഗം ഉൾപ്പെടെ പഠിച്ച് തിരിച്ച് അവിടെ ചെന്നു. അവിടെ ചെന്ന അദ്ദേഹം നല്ല നല്ല സന്ദേശങ്ങൾ കൊടുത്തു, ഒരു തറക്കേടുമില്ല. യേശു ക്രിസ്തു ചെയ്തത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ അന്ന് അവിടെ നിന്നിരുന്ന ഭരണാധികാരികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അത് സ്വാഭാവികമാണ്. എന്ത് സ്വാഭാവികമാണെന്നുള്ളത്, മിക്കവാറും ഓരോ രാജ്യത്തിലും ഭരണത്തിലിരിക്കുന്നവർക്കെതിരെ അവിടെ വല്ല ബുദ്ധിജീവികളോ ബുദ്ധിമാന്മാരോ വല്ലതും ചെയ്താൽ
ഭരണാധികാരികൾക്ക് അവരുടെ കസേര തെറിക്കുമോ എന്ന ഭയം കൊണ്ട് അറസ്റ്റ് ചെയ്യലും കൊല്ലലുമെല്ലാം വളരെ കോമൺ ആണ്. സോക്രട്ടീസിനെ അങ്ങനെയാ കൊന്നത്. സോക്രട്ടീസ് വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. സദ്ദാം ഹുസൈൻ ലക്ഷക്കണക്കിന് യുവാക്കളെ കൊന്നത് അങ്ങനെയാണ്. ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് യുവാക്കളെ കൊന്നത് അതേ കാരണം കൊണ്ട്, അവനവന്റെ കസേര തെറിക്കുമോ എന്ന് പേടിച്ചിട്ടാ. ഈ സ്റ്റാലിനും ലെനിനും കോടിക്കണക്കിന് 1.73 കോടി ജനങ്ങളെ സ്റ്റാലിൻ കൊന്നത് അവനവന്റെ കസേര തെറിക്കുമോ എന്ന് പേടിച്ചിട്ടാണ്. പോൾപോട്ട് അത് ചെയ്തതും ഗദ്ദാഫി അത് ചെയ്തതും സദ്ദാം ഹുസൈൻ അത് ചെയ്തതും എല്ലാം അവനവന്റെ ഭരണം പോകുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ്. അതേ കാരണം കൊണ്ടാണ് പീലാത്തോസ് മറ്റുള്ളവരുടെ മോട്ടിവേഷൻ കൊണ്ട് യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റാൻ ശ്രമിച്ചത്. അത് നിങ്ങളുടെ പാപവുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ഈ ഇസ്രായേലിലോ യെരുശലേമിലോ ഒരുവനെ കൊല്ലാൻ തീരുമാനിച്ചത് പാവപ്പെട്ട ഇന്ത്യക്കാരുടെ അടുത്ത് പറയാം, നിങ്ങളുടെ പാപത്തിന് വേണ്ടിയാ അങ്ങേര് കുരിശിലേറിയതെന്ന്. ഇതിനെയല്ലേ ഭ്രാന്ത് എന്ന് പറയുക? തനി ഭ്രാന്ത്. ഏതെങ്കിലും ഒരാള് ക്രിമിനൽ കുറ്റം ചെയ്താൽ ഈ കുറ്റം ചെയ്തവന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ഏതെങ്കിലും നല്ലൊരു മനുഷ്യനെ കുരിശിലേറ്റുക അല്ലെങ്കിൽ കഴുമരത്തിലേറ്റുന്ന മാതിരിയല്ലേ ഇത്? എന്തൊരു വിഡ്ഢിത്താണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കാവ്യ വസ്ത്രധാരി വല്ലതും പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാരും പുരോഗമന പൂക്കാസായും സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിരാഹാരം ഇരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കാം. കാരണം സ്വാമിയിൽ നിന്ന് പൈസയോ സ്വാമിക്ക് പൈസ കൊടുത്തിട്ടോ ആയിരിക്കാം. പക്ഷെ ഈ യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയത് അങ്ങേര് അവിടെ നിലനിന്നിരുന്ന നിയമത്തെ ലംഘിച്ചു, അതുകൊണ്ടാണ് കുരിശിലേറ്റിയത്. അത് സ്വാഭാവികമല്ലേ? അതൊരു ചരിത്ര വസ്തുതയാണ്. പക്ഷേ ആ കുരിശിലേറിയത് ഒരാൾ പറയേണ്ടായി, ഗോപാലകൃഷ്ണ നിന്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു കുരിശിലേറിയതെന്ന്. വെറുതെ അല്ല പണ്ടുള്ളവർ പറയാറുള്ളത്. താനീ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ആരെങ്കിലും പറഞ്ഞാൽ ഇത് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കുറെ അച്ഛന്മാര് ഈ നുണയം പറഞ്ഞ് ജീവിക്കുന്നു, കുറെ കന്യാസ്ത്രീകള് ഈ കള്ളക്കഥയും പറഞ്ഞ് അവർ സുഖമായിട്ട് ജീവിക്കുന്നു യേശു ക്രിസ്തുവിന്റെ മണവാട്ടികളായിട്ട്. സാധാരണ രീതിയിൽ പറയാറുണ്ട്, ഭർത്താവ് മരിച്ചാൽ ഭാര്യയെ മണവാട്ടി എന്നല്ല പറയാ, വിധവ എന്നാ പറയാ. അപ്പൊ ശരിക്കും ഇവിടുത്തെ കന്യാസ്ത്രീകൾ മണവാട്ടികൾ എന്നല്ല അറിയപ്പെട്ടത്, വിധവകള്. അങ്ങനെയുള്ള യേശു ക്രിസ്തു മരിച്ചു. വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്, ഇവൻ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന്. ജൂത പുരോഹിതന്മാരാ പറഞ്ഞത്, നല്ല പുരോഹിതന്മാരാ. യുക്തി അനുസരിച്ച് പുരോഹിതന്മാർ പറഞ്ഞത് ഇയാളാണെങ്കിൽ കുരിശിൽ നിന്നിട്ട് ഇറങ്ങി വന്നുമില്ല. എന്നിട്ട് അവിടെ ഇരുന്ന് സഹിക്കാൻ വയ്യാതെ വേദന വന്നപ്പോ ഒരു സുപ്രഭാതത്തിൽ ആദത്തിനെയും ഹവ്വയെയും ഉണ്ടാക്കാൻ കപ്പാസിറ്റിയുള്ള ഈ യഹോവയ്ക്ക് ഈ തൻ്റെ പുത്രനെ കുരിശിലേറ്റുന്നത് തടയാൻ പറ്റിയില്ലേ? അല്ല അങ്ങ് അനുഭവിച്ചോട്ടെ എന്ന് വിചാരിച്ചോ? ആ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന കള്ളക്കഥ ഉണ്ടാക്കി ബോധം കെട്ട് വീണപ്പോ ഭൂമി കുലുങ്ങി, കൊടുങ്കാറ്റ് വന്നു. ഈ ഭൂമി കുലുക്കവും കൊടുങ്കാറ്റും ഒക്കെ ഒരാളുടെ മരണം കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന യഹോവയ്ക്ക് ഈ മനുഷ്യനെ കുരിശിലേറ്റുന്നതിന് മുമ്പ് ഒന്ന് രക്ഷിക്കായിരുന്നില്ലേ? അവനവന്റെ മകനെ രക്ഷിക്കാൻ പറ്റാത്ത യഹോവ നിങ്ങളെ രക്ഷിക്കോ? ശുദ്ധ പറ്റിക്കല്. ഈ വെട്ടിപ്പും കള്ളക്കഥയും കൊണ്ട് നടന്നിട്ടല്ലേ അമേരിക്കയിലുള്ള ക്രിസ്ത്യാനികള് ക്രിസ്തു മതം ഉപേക്ഷിച്ചത്, കാനഡക്കാർ മതം ഉപേക്ഷിച്ചത്, അതുപോലെ തന്നെ ഇംഗ്ലണ്ടുകാർ ഉപേക്ഷിച്ചത്? അവിടെയുള്ള പള്ളികളെ ലേലം വിളിക്കുന്നത് ഈ കള്ളക്കഥയും പറഞ്ഞ് നടന്നിട്ടല്ലേ? ഇത് പ്രചരിപ്പിക്കുന്നതിലേ എനിക്ക് വിഷമമുള്ളൂ. നിങ്ങൾ യേശു ക്രിസ്തുവിനെ പൂജിക്കുകയോ അദ്ദേഹത്തിനെ ആണിയടിച്ചു തൂക്കിക്കൊന്ന ആ കുരിശ് കഴുത്തിലിട്ടുകൊണ്ട് നടക്കുകയോ പള്ളിയില് വിഗ്രഹം വെച്ച് ആരാധിക്കരുതെന്ന് യേശു ക്രിസ്തു തന്നെ പറഞ്ഞതിനെതിരെ, യഹോവ തന്നെ പറഞ്ഞതിനെതിരെ സെന്റ് ജോസഫിന്റെയും ഇത് ചാവറയച്ഛന്റെയും ഇനി പുതിയ പ്രാവു പ്രേസ്യ അല്ല ഏവു പ്രേസ്യാമ്മയുടെ രൂപമോ മഗ്ദലന മറിയത്തിന്റെ രൂപമോ കന്യാമറിയത്തിന്റെ രൂപമോ സെന്റ് ജോസഫോ സെന്റ് സെബാസ്റ്റ്യനോ എല്ലാവരുടെയും പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ വിഗ്രഹം ഉണ്ടാക്കി യേശു ക്രിസ്തുവും ബൈബിളിലെ യഹോവയും പറഞ്ഞതിനെതിരെ തന്നെ ഇതെല്ലാം വെച്ച് ആരാധിക്കുക. എന്തു വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഈ ഹിന്ദു ധർമ്മത്തിനെ ഭാഗികമായിട്ട് അവഹേളിക്കുക, ഒരു വശത്ത് അവഹേളിക്കുക ഹിന്ദു ധർമ്മത്തിനെയും മറ്റുള്ളതിനെ. ഭാഗികമായിട്ട് ഹിന്ദുക്കളുടെ തന്നെ പൂക്കളം ഓണത്തിന് അങ്ങോട്ടെടുക്കുക, ഹിന്ദുക്കളുടെ ആചാരമായ വിദ്യാരംഭം അങ്ങോട്ടെടുക്കുക.
ഹിന്ദുക്കളുടെ ആചാരമായിട്ടുള്ള ആന എഴുന്നള്ളിപ്പ് അങ്ങോട്ടെടുക്കുക, ഹിന്ദുക്കളുടെ ആചാരമായിട്ടുള്ള കൊടിവരം അങ്ങോട്ടെടുക്കുക, കൽവിളക്ക് അങ്ങോട്ടെടുക്കുക, പറയെടുപ്പ് അങ്ങോട്ടെടുക്കുക, കാവി വസ്ത്രം എടുക്കുക, ശബരിമലയിലെ ഇരുമുടിക്കെട്ട് മാതിരി മലയാറ്റൂർ പള്ളിയിലേക്ക് ഇരുമുടിക്കെട്ടുമായിട്ട് പോവുക, ആ കാവി വസ്ത്രം എടുക്കുക, എന്നിട്ട് രുദ്രാക്ഷമാല ഇടുക. ഈ തട്ടിപ്പ് ഇതിനേക്കാളും വലിയൊരു മത തട്ടിപ്പ് ലോകത്തിലുണ്ടോ? ഇത്രയും ഞാൻ പറഞ്ഞത് ഈ ക്രിസ്ത്യൻ യുവാക്കള് ഈ പള്ളിയിൽ നിങ്ങളുടെ മക്കളുടെ മാമോദീസ മുക്കിയില്ല എന്നുള്ളത് കൊണ്ട് എന്ത് കുഴപ്പമുണ്ടാവുന്നത്? യേശുദാസിന്റെ മക്കളുടെ മാമോദീസ ഒന്നും മുക്കിയിട്ടില്ല, പള്ളിക്കാർ സഹായിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോണത്? ഈ ഭാരതത്തിൽ സ്വതന്ത്രമായി ജീവിച്ചൂടെ നിങ്ങൾക്ക്? തന്നെത്താൻ മാമോദീസ മുക്കാതെ ഒന്ന് ജീവിച്ചു നോക്കാം. പള്ളിയിൽ പോയിട്ട് കല്യാണം നടത്തിയില്ലെങ്കിൽ എന്താ വരാൻ പോണേ? ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ടാണ് ഇപ്പൊ കല്യാണം കഴിക്കുന്നത്. ഈ പള്ളിയിലച്ചന്മാരും കന്യാസ്ത്രീകളും പള്ളിക്കകത്തും സെമിനാരിയിലും കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് സിസ്റ്റർ ജസ്മി എഴുതിയ പുസ്തകമുണ്ട്, ആമേൻ എന്ന പുസ്തകം. അതിനകത്ത് ഒരു വരി മിനിഞ്ഞാന്ന് വായിക്കുകയുണ്ടായി. മദർ സുപ്പീരിയർ പറഞ്ഞു അത്രേ, കുറെ കന്യാസ്ത്രീകളുടെ ഗർഭപാത്രം മാറ്റിയത് കൊണ്ട് വലിയ സമാധാനമായി എന്ന്. ഞാൻ പറഞ്ഞതല്ല, സിസ്റ്റർ ജസ്മിയുടെ പുസ്തകത്തിലുള്ളതാണത്. എൻ്റെ കയ്യിൽ ആ പുസ്തകം ഉണ്ട്, അവർ തന്നെ എനിക്ക് തന്നതാ. TV-യിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ ഇത് ഞാൻ എഴുതിയ പുസ്തകമാണ് ഗോപാലകൃഷ്ണൻ സാറിനെന്ന് പറഞ്ഞ് തന്നത്. അതിനകത്ത് ഇതൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞത് ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളും ഈ മിഷണറിമാരും ഉപജീവനത്തിന് വേണ്ടി കുറേ കാശുണ്ടാക്കാൻ വേണ്ടി നിങ്ങളെ ഇങ്ങനെ പറ്റിക്കുമ്പോൾ, ക്രിസ്ത്യൻ യുവാക്കളെ നിങ്ങൾ എന്തിനാ ഇതിന് നിന്നു കൊടുക്കുന്നത്? നിങ്ങൾ ആരെ വേണമെങ്കിൽ പൂജിച്ചോളൂ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ ഹിന്ദു മതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്യാറുമില്ല. ഞാനൊരു മിഷണറിയും അല്ല, ഞാനൊരു സുവിശേഷ പ്രാസംഗികനും അല്ല, ഞാൻ ഒന്നുമല്ല. പക്ഷെ പാവപ്പെട്ട ഹിന്ദുക്കളെ ബൈബിളിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും മഹത്വം പറഞ്ഞിട്ടാണ് കൺവെർട്ട് ചെയ്തതെങ്കിൽ എനിക്ക് വിരോധമില്ല. താണി തട്ടിപ്പും വെട്ടിപ്പും പറഞ്ഞ് ഈ പാവങ്ങളെ പറ്റിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ മറ്റൊരു രൂപമാണ് സക്കീർ നായിക്ക്. വേദത്തിൽ അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും പറയുന്നുണ്ട്. എനിക്ക് ഈ സക്കീർ നായിക്കിനെ പൂജിക്കുന്ന കുറേ മുസ്ലിം യുവാക്കളോട് പറയാനുള്ളത്, ശവം തിന്നുകൊണ്ട്, ഒട്ടകത്തിൻ്റെ പുഴുത്ത ശവം തിന്നുകൊണ്ട് ജീവിച്ച, ചിന്തിക്കാൻ കഴിവില്ലാത്ത, കണ്ണ് രോഗം വന്ന് ഈ ഈന്തപ്പന തിന്ന് പച്ചിറച്ചി തിന്ന് ജീവിച്ച അറബികൾക്ക് വേണ്ടി എഴുതിയ ഒരു പുസ്തകമാണ്. അത് എഴുതാനും വായിക്കാനും അറിയാത്ത മുഹമ്മദ് നബി എഴുതിയ പുസ്തകത്തിൽ ഇത്രയും അധികം വേദങ്ങളും ഉപനിഷത്തുക്കളും രാമായണവും മഹാഭാരതവും പുരാണങ്ങളും ദർശനങ്ങളും എഴുതി അത് ലോക പൈതൃകമായിട്ട് യുനെസ്കോ അംഗീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ 5000-ഉം 6000-ഉം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ ഭാരതത്തിലെ ജനതയില് ശുദ്ധ തട്ടിപ്പിലൂടെ ഈ സക്കീർ നായിക്ക് വേദത്തിൽ അള്ളാഹുവും പ്രവാചകനും ഉണ്ടെന്ന് പറയുമ്പോൾ ഈ 9-8 നൂറ്റാണ്ടില് അറബികൾക്ക് വേണ്ടി എഴുതിയ പുസ്തകം ഇത്രയും ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള ഇന്ത്യക്കാരന്റെ തലയിൽ കെട്ടിവെക്കേണ്ട വല്ല കാര്യമുണ്ടോ? മാത്രല്ല, വേദത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അപ്പൊ വേദം BC 4000 എഴുതിയ വേദം ഫോളോ ചെയ്താൽ പോരെ? എന്തായാലും അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ ഈ അറബികൾക്ക് വേണ്ടി എഴുതിയത് ഇവിടെ വായിക്കാൻ പോണത്? കൽക്കി പുരാണത്തിലെ കൽക്കി അവതാരം മുഹമ്മദ് നബിയ. എന്നാ പിന്നെ കൽക്കിയെ പൂജിച്ചാൽ പോരെ? പിന്നെ എന്തിനാ അറബിയിലേക്ക് പോകണം? ഭവിഷ്യ പുരാണത്തിൽ മുഹമ്മദിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒസാമ ബിൻ ലാദനെ കുറിച്ച് പറയുന്നുണ്ടാവാം, ഗദ്ദാഫിയെ കുറിച്ച് പറയുന്നുണ്ടാവാം. അതിന്റെ അർത്ഥം എന്താ? എത്രയോ അസുരന്മാരെ കുറിച്ച് ഭവിഷ്യപുരാണത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അസുരന്മാരെല്ലാം നല്ലവരാണെന്നാണ് അർത്ഥം. എത്രയോ ദേവന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, ഗാന്ധിജിയെ കുറിച്ച് പറയുന്നുണ്ട്, അക്ബറെ കുറിച്ച് പറയുന്നുണ്ട്, ഔറംഗസീബിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാ ഭവിഷ്യപുരാണത്തിൽ വന്നത്? ഔറംഗസീബിന്റെ 100 കണക്കിന് പെൺകുട്ടികളുള്ള മക്കളുള്ള ഔറംഗസീബിന് എത്രയാ ഭാര്യ എന്ന് അദ്ദേഹത്തിന് തന്നെ അറിഞ്ഞൂടാ. ആ ഔറംഗസീബിന്റെ മകളെ കല്യാണം കഴിച്ചത് നല്ല വേദ പണ്ഡിതനായ വാമന ശാസ്ത്രി മതം മാറിയിട്ടാണ്. ആ വാമന ശാസ്ത്രിയാണ് ഈ ഭവിഷ്യപുരാണത്തിൽ ഈ തട്ടിപ്പൊക്കെ എഴുതി ചേർത്തത്. അയാൾ നല്ല ഹിന്ദു ആയിരുന്നപ്പോൾ തട്ടിപ്പ് ചെയ്യുമായിരുന്നില്ല. അയാൾ ഇസ്ലാമിലേക്ക് പോയപ്പോൾ അവരുടെ ചതി തന്നെ അയാളും പഠിച്ചു. അങ്ങനെ ഭവിഷ്യപുരാണത്തില് മഹാമത ഇതിഖ്യാത ശ്മശ്രുധാരി ലിംഗച്ഛേദി എന്നൊരു വരിയുണ്ട്.
ആ വരി മുഹമ്മദ് നബിയെ കുറിച്ചാണെങ്കിൽ എന്നാ പിന്നെ ഭവിഷ്യപുരാണം വായിച്ചാൽ പോരെ, എന്തിനീ ഖുർആൻ പ്രചരിപ്പിക്കാൻ നടക്കണം? ഇങ്ങനെയും കൂടി ഒന്ന് ചിന്തിച്ചൂടെ? കുറെ ചോദ്യങ്ങൾ ചോദിക്കുക, ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഒരു സദസ്സിനെ കാണിക്കുക, അത് വേറെ ആരുടെയോ സദസ്സാണ്, സക്കീർ നായിക്കിന്റെ സദസ്സല്ല. ശരിക്കും സക്കീർ നായിക്കിന്റെ ഫോട്ടോ പോലും പ്രസംഗിക്കുന്നത് അടുത്ത് വെച്ച് കാണിക്കുമ്പോൾ അങ്ങേരുടെ മുഖം മാത്രമേ കാണിക്കുള്ളൂ, ഓഡിയൻസിനെ കാണിക്കില്ല. കാരണം കുറെ അധികം പച്ച നുണ പറയുമ്പോൾ ജനതയ്ക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ ഈ വേദത്തിൽ അതുണ്ട് ഇതുണ്ട്, എങ്കിൽ വേദം ഫോളോ ചെയ്താൽ പോരെ, ഇതിനെയും ഖുർആൻ ഫോളോ ചെയ്യാൻ പോണു? കുറെ ഹിന്ദുക്കളെ ആർ യു റെഡി ടു കൺവേർട്ട് ടു ഇസ്ലാം? തനി കോർപ്പറേറ്റ് ബിസിനസ് മാതിരി, ടൊയോട്ട കമ്പനി കാറ് വിൽക്കുന്ന മാതിരി, ഫോർഡ് കമ്പനി കാറ് വിൽക്കുന്ന മാതിരി മതം വിൽക്കുന്ന രണ്ട് വിഭാഗം ജനത. അത് ഹിന്ദുവിനെ അവഹേളിച്ചും പറ്റിച്ചും ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നാട്ടിൽ ജനിച്ച് ഈ നാട്ടിൽ വളർന്ന് ഈ നാടിന്റെ പൈതൃകം സ്വീകരിക്കുന്നവര് വേദം കേട്ടപ്പോ ബാംഗ്ലൂര് MBA പഠിക്കുന്ന പിള്ളേര് ഇറങ്ങി ഓടുക, ഒരു ഗണപതിയുടെ പടം കിട്ടുമ്പോ കയ്യും കാലും വിറയ്ക്കുക, താൻ താമസിക്കുന്ന വീട് ഹിന്ദുവിന്റെ വീടിന് കൃഷ്ണശ്രീ എന്ന് പേരിടുമ്പോ അതിലെ പരിഭ്രമിക്കുക. ഇതൊക്കെ ഏതോ ഒരു മാനസിക രോഗം നിങ്ങളുടെ പള്ളിയിലെയും മോസ്കിലെയും അച്ഛന്മാരും വിദ്യാഭ്യാസമില്ലാത്ത മൗലവിമാരും മുല്ലമാരും മുക്രിമാരും നിങ്ങളിൽ ഉണ്ടാക്കുമ്പോൾ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നിങ്ങൾ ഹിന്ദുക്കൾ സ്വതന്ത്രമായി ചിന്തിക്കുന്ന പോലെ ഒന്ന് സ്വതന്ത്രമായി ചിന്തിക്കാൻ പഠിക്കണം മക്കളെ. സ്വതന്ത്രമായി ചിന്തിക്കാം. നിങ്ങൾ ജനിക്കുമ്പോൾ പള്ളിയിൽ പോയില്ല എന്ന് വെച്ചിട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല. കല്യാണം കഴിക്കാൻ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ടേ കല്യാണം കഴിച്ചുള്ളൂ എങ്കിൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. മരിച്ചതിന് ശേഷം തൈക്കാട് ശ്മശാനത്തിൽ കൊണ്ടുപോയാൽ 500 രൂപ കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് ചാരമാക്കി തരും. ഈ ശവപ്പെട്ടിക്കകത്ത് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ട് പുഴുത്ത ഇത്രയും വലിയ പുഴുക്കൾ ഉണ്ടായിട്ട് നിങ്ങളുടെ ശരീരം പുഴുക്കൾ തിന്ന് അന്ത്യം വേണോന്ന് ചിന്തിക്കാം. നല്ല അഗ്നിയില് 15 മിനിറ്റ് കൊണ്ട് കത്തിയിട്ട് 58 ഗ്രാം ചാരമാക്കി വരാനുള്ള ശാസ്ത്രീയ വഴിയിൽ കൂടെ നിങ്ങൾ ചിന്തിക്കാം. വീണ്ടും ഞാൻ പറയുന്നു, എനിക്ക് ഒരു ക്രിസ്ത്യാനിയോടും ഒരു മുസ്ലിമിനോടും എതിർപ്പില്ല, എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അനുകൂലവും ഇല്ല പ്രതികൂലവും ഇല്ല. പക്ഷെ നിങ്ങളെ തട്ടിപ്പിന് രാഷ്ട്രീയക്കാർ വിധേയമാക്കുന്നതിനേക്കാൾ ക്രൂരമായിട്ട് നിങ്ങളുടെ അച്ഛന്മാരും ബിഷപ്പുമാരും കന്യാസ്ത്രീകളും വെറും മനുഷ്യൻ കോങ്കണ്ണ് മാറ്റിയതിന് അയാളെ വിശുദ്ധനാക്കുക. അങ്ങനെയാണെങ്കിൽ അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ എത്ര ഡോക്ടർമാർ എത്ര പേരുടെ കോങ്കണ്ണ് മാറ്റി? അവരെ വിശുദ്ധരാക്കണ്ടേ? എത്ര ഡോക്ടർമാരാ വയറുവേദന മാറ്റിയത്? ഏവു പ്രേസ്യാമ ഒരാളുടെയാ മാറ്റിയത്. അപ്പൊ ഈ ഡോക്ടർമാരെ അല്ലേ വിശുദ്ധന്മാരാക്കേണ്ടത്? ഇനി അഥവാ ഇവര് കോങ്കണ്ണം വയറുവേദന മാറ്റിയെങ്കിൽ എന്തിനീ ക്രിസ്ത്യാനികൾ ആശുപത്രി നടത്തുന്നു? ഈ വിശുദ്ധന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചാ പോരെ? വയറുവേദന മാറ്റി എന്ന തെളിവ് വെച്ച് ശരിക്ക് ഈ മദർ തെരേസ മരിച്ചതിന് ശേഷം ഒരാളുടെ വയറുവേദന മാറ്റി എന്ന് പറഞ്ഞപ്പോ ആ വ്യക്തിയെ ചികിത്സിച്ച ഡോക്ടർ ഘോഷ് ആണായിട്ട് പറഞ്ഞു, ഞാനാ ചികിത്സിച്ച് ഈ സ്ത്രീയുടെ വയറുവേദന മാറ്റിയത്, മദർ തെരേസ അല്ല. അതൊന്നും കേൾക്കാൻ നിന്നില്ല. കാരണം ബാക്കിയുള്ള ബംഗാളികളെ കൺവെർട്ട് ചെയ്യാൻ മദർ തെരേസ അവിടെ ആവശ്യ. ഇവിടെ കുറെ ഏവു പ്രേസ്യാമ്മയും ഇവിടെ ചവറ അച്ഛനും ഒക്കെ വിശുദ്ധനാക്കേണ്ടത് ഇവിടുത്തെ ആൾക്കാരെ കൺവെർട്ട് ചെയ്ത് ഇന്ത്യ മുഴുവനും കൺവെർട്ട് ചെയ്യാൻ ആവശ്യമാണ്. ഈ തട്ടിപ്പെങ്കിലും നിങ്ങൾ അറിയണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എത്രയോ കൊലച്ചതി ഓരോരുത്തർ ചെയ്യുന്നത് പോലെ ഇവര് ചതിയല്ലേ ചെയ്യുന്നത്? ചിന്തിക്കാം. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. പ്രണാമം, നമസ്കാരം.